ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സഹനം പാർട്ട് 2. 5-8 ദിവസമായി കെട്ടിക്കിടന്നിരുന്ന ആർത്തനാദവും കണ്ണീരുമാണ് വിനു പുറത്തേക്ക് തുറന്നിരിക്കുന്നത്. അവളുടെ മനസ്സിനേറ്റ ഷോക്കിന് ഒരുപക്ഷെ അരുന്ധതിയുടെ പ്രവൃത്തി ഒരു മറു ഷോക്കായി പ്രവർത്തിച്ചിരിക്കാം. എന്തായാലും ഡോക്ടർ സൂസന്നെ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഒരപകടവും സംഭവിച്ചില്ല. പകരം അവളുടെ മനസ്സിനെ സമനിലയിൽ എത്തിക്കാനും ഹൃദയം തുറന്ന് കരയാനും അവരുടെ പ്രവൃത്തി സഹായിച്ചു. എല്ലാവരും അതുകൊണ്ട് തന്നെ ദീർഘമായി നിശ്വസിച്ചു. ഏറ്റവും അധികം സന്തോഷിച്ചതും ആശ്വസിച്ചതും ശ്രീനിവാസനും ലീലാവതിയും തന്നെയായിരുന്നു. തങ്ങൾ ഈ ദിവസങ്ങൾ കൊണ്ട് എത്രയൊക്കെ പണിപ്പെട്ടിട്ടും സാധിക്കാത്ത മഹാകാര്യമാണ് അരുന്ധതി ഒറ്റ നിമിഷം കൊണ്ട് സാധിച്ചിരിക്കുന്നത്. ഇരുവരും കുറ്റബോധത്തോടെ അരുന്ധതിയെ നോക്കി. മകന്റെ മരണം അവരുടെ സമനില തെറ്റിച്ചെന്ന് തെറ്റിദ്ധരിച്ചു പോയി. മകന്റെ മരണത്തോടെ ഏതൊരു സാധാരണ അമ്മായിയമ്മയെ പോലും അവരും തങ്ങളുടെ മകളെ വെറുത്തു എന്ന്. വിനുവിൻ്റെ കാൽവിരൽ തുമ്പിൽ ഒരു മുള്ളുരസിയാൽ പോലും അസഹ്യമായ നൊമ്പരം കാട്ടുന്ന അരുന്ധതിയുടെ സ്വഭാവം മകനെ ബോധ്യപ്പെടുത്താൻ മാത്രമുള്ള അഭിനയമായിരുന്നെന്നും ധരിച്ചുപോയി. പട്ടാളത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഒരാളെന്ന നിലയിൽ ആർമി ക്യാപ്റ്റനായ വിഷ്ണുവിൻ്റെ ആലോചന മകൾക്ക് വന്നപ്പോൾ ഏറ്റവും സന്തോഷിച്ചതും അഭിമാനിച്ചതും ശ്രീനിവാസനായിരുന്നു. പക്ഷേ ലീലാവതിക്ക് തർക്കമുണ്ടായിരുന്നു. അരുന്ധതി 26-ാം വയസ്സിൽ വിധവയായവൾ, മകനു വേണ്ടി ജീവിതം ഒഴിച്ചു വെച്ച സ്ത്രീ. അമ്മയെന്ന് വെച്ചാൽ മകന് ദൈവം. അങ്ങനെ ഒരമ്മയ്ക്കും മകനുമിടയിൽ തൻ്റെ മകൾ പെട്ടുപോയാൽ മകൻ്റെയും മരുമകളുടെയും പൊതുജീവിതം അമ്മയ്ക്ക് അസൂയയും വിദ്വേഷവും ഉണ്ടാക്കിയാലോ? പല അനുഭവങ്ങൾ കൺമുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. വിവാഹം നടക്കുമ്പോഴും ഉള്ളിൽ ആ തേക്കം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ആ ഭയം അസ്ഥാനത്തായിരുന്നു എന്ന്. സ്വന്തം മകളായി അവൾക്ക് വിനു, സ്വന്തം അമ്മയേക്കാൾ പ്രിയപ്പെട്ടവളായി വിനുവിൻ്റെ മനസ്സിൽ അരുന്ധതി. ഇത്ര പെട്ടെന്ന് അതെല്ലാം മാഞ്ഞു പോയോ എന്ന് ശങ്കിച്ചുപോയി. അതുകൊണ്ട് എന്തൊക്കെയോ അവരുടെ മുൻപിൽ നിന്ന് വിളിച്ചുപോയി. തൻ്റെ മകളെ അവർ അടിച്ചത് ദേഷ്യം കൊണ്ടല്ല, വെറുപ്പ് കൊണ്ടല്ല, അമിതമായ സ്നേഹം കൊണ്ടാണ്. ആ അടി അവൾക്കൊരു ശിക്ഷയല്ല, പകരം രക്ഷയാണ്. രക്ഷ. പൂജാമുറിയിലെ ദൈവങ്ങൾക്ക് മുമ്പിൽ കമിഴ്ന്ന് വീണ് അരുന്ധതി കരഞ്ഞു. എത്ര കാലമായിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെയൊക്കെ ഞാൻ. എന്നിട്ടും എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വിളിച്ചില്ലേ നിങ്ങൾ? ഇനി താമസമില്ല, ഞാനും വരും. ഈ ലോകത്ത് ഇനി എന്തിന് ഞാൻ മാത്രം മിച്ചമാകുന്നു? ഞാനും വരാം. തൃപ്തിയാകട്ടെ നിങ്ങൾക്കൊക്കെ. നിവർന്നിരുന്ന് തെല്ലുവാശിയോടെ ദൃഢനിശ്ചയം പോലെ അവർ പറഞ്ഞു. പക്ഷേ ആ കുട്ടിയെ ഞാൻ വിധവാവേഷം കെട്ടിക്കില്ല. എനിക്ക് നിങ്ങൾ ആ വേഷം തന്നു, അത് ഞാൻ ധരിച്ചു, സഹിച്ചു, ഇന്നും സഹിക്കുന്നു. പക്ഷേ എൻ്റെ മുമ്പിൽ എൻ്റെ മകൻ്റെ പെണ്ണ് ആ വേഷം കെട്ടണ്ട, ഞാനത് സമ്മതിക്കില്ല. അരുന്ധതി ദൃഢമായ ഭാവത്തിൽ എണീറ്റു. വിനു കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ലീലാവതിയും രാജേശ്വരിയും ഭാനുമതിയും ഉണ്ട് അവൾക്കരികിൽ. ഓരോ സമാധാന വാക്ക് പറയുന്നു. വിനു കേട്ടിട്ടോ കേൾക്കാഞ്ഞിട്ടോ മറുപടിയില്ല. കരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. അനക്കമറ്റതുപോലെ കമിഴ്ന്ന ഒറ്റക്കിടപ്പ്. അപ്പോഴും അടിപ്പാവാടയും ബ്ലൗസുമാണ് വേഷം. അരുന്ധതി വിനുവിൻ്റെ ഷെൽഫ് തുറന്നു. ഓരോ തട്ടിലും വിനുവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഡ്രസ്സുകൾ ഹാങ്കറിൽ തൂക്കിയും തട്ടിലടുക്കിയും ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. വിഷ്ണുവിൻ്റെ പാൻസ്, ഷർട്ടുകൾ, കസവ് വേഷ്ടികൾ, കൈലികൾ, പൈജാമകൾ എല്ലാം 1-2 തട്ടുകൾ നിറയെ. ബാക്കി ഭാഗം നിറയെ വിനുവിൻ്റെ ഡ്രസ്സുകൾ, സാരികളും ചുരിദാറുകളും മുതൽ എല്ലാത്തരം ഡ്രസ്സുകളും ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. അധികം കടും നിറമില്ലാത്തൊരു സാരി അരുന്ധതി അതിൽ നിന്നെടുത്തു. എന്നിട്ടവൾ വിനുവിനെ നോക്കി. അവളെ ബലമായി പിടിച്ചെണീപ്പിച്ചു. മോൾ ഈ സാരി ഉടുക്കണം. വിനുവിൻ്റെ മിഴികൾ പൊട്ടി ഒഴുകി. മുൻപേ നീ ധരിച്ച വേഷം അതിനി മേലാൽ ധരിക്കരുത്. ഈ അമ്മയെ സങ്കടപ്പെടുത്താൻ നോക്കല്ലേ മോളെ. അതിനൊന്നും ഉള്ള കാര്യത്തിൽ ഈ ഉള്ളവൾക്ക് ഇനിയില്ല. അതാ ഇതിനുള്ളിലിരിക്കുന്ന ഡ്രസ്സുകൾ, അതൊക്കെ നിനക്കുള്ളതാണ്, നിനക്ക് മാത്രം. പോരെങ്കിൽ പറഞ്ഞോ, എത്ര വേണമെങ്കിലും ഇനി ഈ അമ്മ വാങ്ങിത്തരും. എന്നാലും ആ വിധവയ വേഷത്തിൽ നിൽക്കല്ലേ മോളെ. അരുന്ധതി വിനു ഊരിയ ആഭരണങ്ങളും കയ്യിൽ കരുതിയിരുന്നു. അതെല്ലാം അവർ അവളെ ധരിപ്പിച്ചു, നിർബന്ധിച്ച് സാരി ഉടുപ്പിച്ചു. ഇപ്പോൾ നീ വിധവയല്ല മോളെ, എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യ തന്നെയാണ്. ഇടറിപ്പിഞ്ഞ സ്വരത്തിൽ അരുന്ധതി പറഞ്ഞു. എന്തിനാണമ്മേ ഇനി ഇതൊക്കെ ആർക്ക് കാണാൻ? വിനു പൊട്ടിച്ചിതറി. ഞാനില്ലേ മോളെ ഇവിടെ? ആഭരണങ്ങളില്ലാത്ത നിന്നെ കാണുന്നത് എൻ്റെ ഹൃദയം പിച്ച് ചിന്തുന്നത് പോലെയാകും മോളെ. വിനു വീണ്ടും കിടക്കയിലേക്ക് വീണു, കരയാൻ തന്നെ. പുറത്തേക്കിറങ്ങിയ അരുന്ധതിയുടെ കൈമേൽ ലീലാവതി പിടിച്ചു. എങ്ങനെയാ നന്ദി പറയണമെന്ന് അറിയില്ല ചേച്ചി. നന്ദിയോ? എന്തിന്? അരുന്ധതിയുടെ സ്വരം അടഞ്ഞു. വെള്ള സാരി വേണമെന്നവൾ വാശി പിടിച്ചു.
അരുതെന്ന് വിലക്കിയിട്ടും സമ്മതിച്ചില്ല. അവൾ ആ വേഷത്തിൽ തുടർന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ എനിക്കങ്ങനെ എങ്ങനെ സഹിക്കാനാവും ചേച്ചി? ലീലാവതി തേങ്ങി. അവൾ ആ വേഷത്തിൽ നിന്നാൽ എൻ്റെ മകൻ ഈ ലോകത്തില്ല എന്ന ചിന്ത എന്നെ ആകെ തളർത്തും ലീലാവതി. വിനുവിലൂടെ എനിക്ക് എൻ്റെ മകനെ കാണണം. അതിനാണ് ഞാനത് പിച്ച് ചീന്തിയത്, അരുന്ധതി പറഞ്ഞു. വിനു ഇന്ന് അനുഭവിക്കുന്ന ദുഃഖം 29 വർഷം മുമ്പ് അനുഭവിച്ചവളാണ് ഞാൻ. ആ സങ്കടത്തിൻ്റെ ആഴം എനിക്കറിയാം. അവൾക്കേറ്റ ഷോക്കിൻ്റെ വ്യാപ്തിയും ഞാൻ അറിയുന്നു. ആ അറിവ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ. ഞാൻ ചെയ്തു. ഇതെൻ്റെ കടമയാണ്. നന്ദി പ്രകടനം ഒന്നും വേണ്ട ലീലാവതി. പെട്ടെന്ന് മോളെ അടിക്കുന്ന കണ്ടപ്പോൾ സമനില തെറ്റി. നുള്ളി നോവിച്ചിട്ടില്ല ഇന്നോളം ഞങ്ങൾ അവളെ, ലീലാവതി ക്ഷമാപണം പോലെ പറഞ്ഞു. ലീലാവതിയുടെ സ്ഥാനത്താണെങ്കിൽ ഞാനായാലും അത്രയൊക്കെ തന്നെ പറയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അമ്മയാകുന്നത് എങ്ങനെ? വേദന കലർന്നൊരു പുഞ്ചിരിയോടെ അരുന്ധതി നടന്നു നീങ്ങി. ലീലാവതി അവരെ തന്നെ നോക്കി. ആ സാരി കീറിക്കളഞ്ഞതും അടി കൊടുത്തതും ആ നിമിഷത്തിൽ അരുന്ധതിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തൻ്റെ മോൾക്ക് വിധവാവേഷത്തിൽ നിന്നും മോക്ഷം കിട്ടി. നന്നായി അങ്ങനെ ചെയ്തത്, നന്നായി. ലീലാവതി മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ കരുതി. ഒരാൾ മാത്രം ഒഴിച്ച് അനന്തു. അവൻ മാത്രം ആഗ്രഹിച്ചു പോയി വലിയമ്മ ആ സാരി അഴിക്കാതിരുന്നെങ്കിൽ എന്ന്. ഉറക്കമുണർന്നത് തന്നെ അവൻ ആ ബഹളം കേട്ടാണ്. ഓടിപ്പാഞ്ഞു വരുമ്പോഴോ അണ്ടർ സ്കേർട്ടും ബ്ലൗസും മാത്രം ധരിച്ചു നിൽക്കുന്ന വിനു. അങ്ങനെ കാണാൻ നോക്കിയതല്ല, കണ്ടുപോയി. ഒരു നോക്ക് മാത്രം. മറ്റൊരു ലക്ഷ്യത്തോടെ നോക്കേണ്ടുന്ന സന്ദർഭമല്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഇന്നോളം മനസ്സിലുണ്ടായിട്ടുമില്ല. പക്ഷേ കണ്ണടച്ചിട്ടും ഓടി മാറിയിട്ടും അതേ രൂപം മുൻപിൽ. അനന്തുവിന് തന്നെ അറച്ചു വെറുത്തു. ഒരു നിമിഷം പോലും പിന്നെ അവിടെ നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ ഇറങ്ങി നടന്നു കൊട്ടാരപ്പറമ്പിലേക്ക്. ആ ബഹളത്തിനിടയ്ക്ക് ആരും അതറിഞ്ഞില്ല. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ പ്രഭാകരൻ ഒരു കാര്യം ഓർത്തുള്ളൂ. ക്യാപ്റ്റൻ നെൽസൺ ജോസ് തന്നെ ഏൽപ്പിച്ചു പോയ ലഗേജുകൾ. ഒരു മുറിയിൽ അതെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ് പ്രഭാകരൻ. അരുന്ധതിയോ വിനുവോ അതറിഞ്ഞിട്ടില്ല. അവരതറിയണം. അവരെ അത് ഏൽപ്പിക്കണം. ധൈര്യമില്ലായിരുന്നു ഇതുവരെ. ഇനിയും വൈകിക്കൂടാ. ഇരുവരെയും വിളിച്ച് പ്രഭാകരൻ ആ ലഗേജുകൾ കാട്ടിക്കൊടുത്തു. വിങ്ങി പൊട്ടിത്തളർന്ന് വിനു അരുന്ധതിയുടെ ചുമലിലേക്ക് ചാരി. അരുന്ധതി സ്തംഭിച്ച ഭാവത്തിൽ നിൽക്കുകയാണ്. ലഗേജുകൾ, തൻ്റെ മകൻ്റെ. അവൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, മകൻ 1-ാം വയസ്സിൽ ധരിച്ചിരുന്ന ഉടുപ്പുകളും ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങളും ഉപകരണങ്ങളും മുതൽ ഇന്നോളം ഉള്ളതെല്ലാം അരുന്ധതി സൂക്ഷിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സൂക്ഷിക്കാൻ അവസാനമായി മകൻ ശേഷിപ്പിച്ചവ, ഉപയോഗിച്ചവ. തുറക്ക്, എനിക്കത് കാണണം. എൻ്റെ കുഞ്ഞിൻ്റെ ഉടുപ്പുകൾ, എൻ്റെ കുഞ്ഞിൻ്റെ അവസാന ശ്വാസവും ഗന്ധവും ഇതിലുണ്ടാകും. എനിക്ക് കാണണം, അരുന്ധതി പറഞ്ഞു. പ്രഭാകരനും ശ്രീനിവാസനും കൃഷ്ണനുണ്ണിയും ഒന്നൊന്നായി തുറന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഡ്രസ്സുകൾ മുതലുണ്ട്. യൂണിഫോമുകൾ, ക്യാപ്റ്റൻ്റെ റാങ്കുള്ള ഹാറ്റ്, ഓരോ സാഹസിക ഓപ്പറേഷനുകളും മുദ്രം ചെയ്ത മെഡലുകൾ, ഫീൽഡിൽ പോകുമ്പോൾ പിൻപുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന കിറ്റ്, അതിനുള്ളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ഉപയോഗിക്കുന്ന ആട്ടിൻ രോമം കൊണ്ടുള്ള ഫർക്ക കോട്ട്, സ്നോ ഷൂ, കൊതുക് വല മുതൽ സൂചിയും നൂലും വരെ അത്യാവശ്യമുള്ള എല്ലാമുണ്ട്. ക്യാൻവാസ് ബാഗിനുള്ളിൽ വിഷ്ണു ഉപയോഗിച്ചിരുന്ന കുറേ പാത്രങ്ങളും മറ്റ് അത്യാവശ്യ സാധനങ്ങളുമാണ്. പുറത്തെടുക്കുന്ന ഓരോ സാധനവും അരുന്ധതി എടുത്ത് നോക്കുകയാണ്. ഓരോന്നിലും അവർ മകനെ കണ്ടു. ഓരോന്നിലും അവരുടെ കണ്ണീർ പുരണ്ടു. ആർദ്രയായി അവർ വിളിച്ചു, എൻ്റെ മോനെ, എൻ്റെ കുഞ്ഞെ, എൻ്റെ പൊന്നു മോനെ. അപ്പോഴാണ് പ്രഭാകരൻ ഒരു പൊതിയെടുത്തത്. ഭംഗിയായി പ്രസൻറ്റേഷൻ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് റിബൺ കൊണ്ട് കെട്ടിയ ഒരു ചതുര പാക്കറ്റ്. അതിനു മുകളിൽ വിഷ്ണുവിൻ്റെ വടിവൊത്ത കയ്യക്ഷരങ്ങൾ, എൻ്റെ അരുന്ധതി അമ്മയ്ക്ക് മകൻ വിഷ്ണുവിൻ്റെ സമ്മാനം. പ്രഭാകരൻ അത് തുറക്കാൻ ശ്രമിച്ചു. വിഷ്ണു കത്തിൽ എഴുതിയിരിക്കുന്ന സർപ്രൈസ് സമ്മാനം. താൻ വരുമ്പോൾ അമ്മയെ അമ്പരിപ്പിക്കാൻ ഒപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞ സമ്മാനം. മകനില്ലാത്ത സമ്മാനം മാത്രം എത്തിയിരിക്കുന്നു. എന്തായിരിക്കും അത്? അരുന്ധതി ഞെട്ടലോടെ പിടഞ്ഞെണീറ്റു. വേണ്ട, എൻ്റെ മോനൊപ്പമില്ലാതെ ആ സമ്മാനം എനിക്ക് വേണ്ട, എനിക്കത് വേണ്ട. അവരാ പൊതി വാങ്ങി ഒറ്റയേറ്. എന്നിട്ടൊരു ഭ്രാന്തിയെ പോലെ അലറി അലറി വിളിച്ചു, മുകളിലേക്ക് നോക്കിക്കൊണ്ട്, വിഷ്ണു, എൻ്റെ മകനെ. അവരുടെ നിലവിളി അലറിപ്പറച്ച് എല്ലാവരും ആകെ പരിഭ്രമിച്ചു. അരുന്ധതി താൻ എറിഞ്ഞ പാക്കറ്റ് ഓടിച്ചെന്ന് എടുത്തു. പിന്നെ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നെ മുകളിലേക്ക് ഉയർത്തി പിടിച്ചു. ഞാനിത് എങ്ങനെ തുറക്കുമടാ കുഞ്ഞെ, നീ ഇല്ലാതെ? ഇത് തുറക്കുമ്പോൾ നീ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലടാ നീ. എന്നാൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നമുക്ക് തുറക്കാടാ മോനെ, ഇറങ്ങി വാടാ. ടെറസിൻ്റെ മുകളിലോ മറ്റോ ഒളിച്ചിരിക്കുന്ന കുഞ്ഞു മകനോട് ഇറങ്ങി വരാൻ പറയുന്ന ഭാവമായിരുന്നു അവർക്ക്.
ഒപ്പം കൊണ്ടുവരുമെന്ന് വിഷ്ണു പറഞ്ഞ സമ്മാനം. അമ്മ അത് തുറക്കുമ്പോൾ അരികിൽ താൻ ഉണ്ടാകണമെന്ന് പറഞ്ഞ മകൻ. സമ്മാനത്തിൻ്റെ ഒപ്പം വന്നത് മകൻ്റെ ജഡം. അത് തുറക്കാനിപ്പോൾ ആ ജഡം പോലുമില്ല. അതൊരു പിടി ഭസ്മം മാത്രമായിരിക്കുന്നു. അരുന്ധതി പിന്നെ അതെങ്ങനെ തുറക്കും? അവരത് താഴേക്ക് തന്നെ വെച്ചു. പിന്നെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അവരുടെ ചിലമ്പിച്ച സ്വരം എല്ലാവരും കേട്ടു. പ്രഭാകരൻ ആ പൊതിയെടുത്തു. മറ്റ് ലഗേജുകളുടെ കൂടെ വെച്ചു. മുറി അടച്ചു ഓടാമ്പൽ വിട്ടു. ഏറെ സമയം ആർക്കും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അന്നത്തെ ദിവസം അരുന്ധതിയും വിനുവും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റതുമില്ല. പിറ്റേ ദിവസം വിനു ഓടാമ്പൽ നീക്കി ആ മുറി തുറന്നു. ബ്രീഫ് കേസുകളും ബാഗുകളും തുറന്നു. ഒന്നൊന്നായി എടുത്തു നോക്കി. നെഞ്ചത്തടുക്കി പിടിച്ചു. എന്തൊക്കെയോ പിറുപിറുത്തു. ഏകാന്തതയിൽ ആ മുറിക്കുള്ളിൽ അവളോടൊപ്പം അവളുടെ പ്രിയപ്പെട്ടവനുണ്ടെന്ന് അവൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം അവൾ അതൊരു ദിനചര്യ തന്നെയാക്കി. ദിവസവും ആ മുറി തുറക്കുന്നു. ആ ബ്രീഫ് കേസുകളുടെയും വിഷ്ണുവിൻ്റെ ഡ്രസ്സുകളുടെ ഇടയിൽ ഏറെ സമയം ചെലവഴിക്കുന്നു. കരയുന്നു. ഇടയ്ക്കിടയ്ക്ക് കാതരയായി എന്തൊക്കെയോ പറയുന്നു. ലീലാവതി ഭയന്നു. ശ്രീനിവാസനും. ഇരുവരും ആഗ്രഹിച്ചു വിനുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ. ഈ അന്തരീക്ഷം വിനുവിന് ഒരിക്കലും മനഃശാന്തി നൽകുകയില്ല. അവളെ ഇവിടെ നിന്ന് അകറ്റിയേ തീരും. പക്ഷെ എങ്ങനെ? അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. വിനു പോരുമോ? അരുന്ധതി വിടുമോ? സാധാരണ അമ്മായിയമ്മ മരുമകൾ ബന്ധമായിരുന്നെങ്കിൽ പ്രശ്നമില്ല. എങ്കിൽ അപ്പോഴേ പറയും, നീയാണ് എൻ്റെ മകനെ കൊന്നത്. നീ വലതുകാല് വെച്ച് വന്ന് എൻ്റെ മകൻ്റെ ആയുസ് കൊടുക്കാനാണ്. അങ്ങനെയെങ്കിൽ മകളെ പിടിച്ചോണ്ട് പടിയിറങ്ങാം. വാടി മോളെ എന്ന് വിളിക്കാം. പക്ഷേ ഇവിടെ അത് വയ്യ. മകൻ്റെ നഷ്ടത്തേക്കാൾ മരുമകളുടെ വൈധവ്യം ദുഃഖമാണ് അരുന്ധതി ഏറെ തളർത്തുന്നത്. മരുമകളുടെ മുൻപിൽ സങ്കടം ഒതുക്കി പിടിച്ചിട്ട് ആരും കാണാതെ പിന്നാമ്പുറത്ത് പോയിരുന്ന് ഒറ്റയ്ക്ക് കരയുന്ന അമ്മായിയമ്മ. സ്നേഹമാണിവിടെ. സ്നേഹത്തെ എങ്ങനെ വെട്ടിമുറിക്കും? വേരുകൾ എങ്ങനെ പിഴുതെടുക്കും? അതാണ് പ്രശ്നം. പക്ഷേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതും അപകടം തന്നെയാകും. അരുന്ധതിയും വിനുവും അറിയാതെ ശ്രീനിവാസൻ പ്രഭാകരനുമായി സംസാരിച്ചു. ശാന്തിയുടെ വളപ്പിലൂടെ നടക്കുകയായിരുന്നു അവർ. വിഷ്ണു എനിക്ക് മരുമകനായിരുന്നില്ല പ്രഭാകര, ശ്രീനിവാസൻ പറഞ്ഞു. ആനന്ദിനേക്കാൾ പ്രിയപ്പെട്ട മകനായിരുന്നു. അവനെ മകളുടെ ഭർത്താവായി കിട്ടിയതിൽ ഞാൻ അനുഭവിച്ച ആനന്ദവും സംതൃപ്തിയും ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്തിന്? എൻ്റെ മകൾ 22-ാം വയസ്സിൽ വിവാഹിതയായി, 25-ാം വയസ്സിൽ വിധവയും. ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് ശ്രീനിവാസൻ പറഞ്ഞു, വിഷ്ണുവിനെ മറന്നിട്ടല്ല. എന്നാലും പ്രഭാകരൻ പറയൂ, എൻ്റെ മോൾക്ക് ജീവിതം തീർന്നോ? ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല, പ്രഭാകരൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും ഉത്സാഹിച്ച് അവൾക്ക് മറ്റൊരു ജീവിതം കണ്ടെത്തുകയും വേണം. പക്ഷേ എന്താ പക്ഷേ? ഇത്ര പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചേട്ടത്തി, എനിക്ക് അരുന്ധതിയുടെ കാര്യം ഓർമ്മയില്ലാഞ്ഞിട്ടല്ല. വിഷ്ണുവിൻ്റെ അമ്മയിൽ എന്നതിലുപരി എൻ്റെ മകൾക്കവർ ലീലാവതിയേക്കാൾ പ്രിയപ്പെട്ട സ്വന്തം അമ്മ തന്നെയാണ്. കണ്ട നാൾ മുതൽ എന്നെ സ്വന്തം സഹോദരനായി അവർ കണ്ടിട്ടുള്ളൂ. ആ മുഖത്ത് നോക്കി എനിക്കൊന്നും പറയാനാവില്ല തന്നെ. അതാണ് ഞാൻ പ്രഭാകരനെ സമീപിച്ചത്. ശ്രീനിവാസൻ തുടർന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇത് ചെയ്യാതിരിക്കാനാവില്ല പ്രഭാകര. എൻ്റെ അഭിപ്രായം ഒരു 2-3 മാസം കൂടെങ്കിലും കഴിയട്ടെ എന്നാണ്. വിഷ്ണു പോയ ഉടനെ തന്നെ വിനുവിനെയും കൊണ്ടുപോയാൽ ചേട്ടത്തിക്കത് താങ്ങാനാവില്ല. ഉടനെ അങ്ങ് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് മറ്റൊരു കല്യാണം നടത്താനല്ല എൻ്റെ ഉദ്ദേശം. അതിനവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? 2-3 വർഷം കഴിഞ്ഞാൽ സമ്മതിക്കും എന്ന പ്രതീക്ഷയിലാണ്. ഇനിയൊരു വിവാഹം അവളിൽ നമ്മൾ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കേണ്ടതായി വരും. ആ സ്ഥിതിക്ക് 2-3 മാസമോ അതിൽ കൂടുതലോ ഇവിടെ നിൽക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അരുന്ധതി അവളെ പൊന്നുപോലെ കരുതുമെന്നും എനിക്കറിയാം. അവിടെയാണ് പ്രശ്നവും. ശ്രീനിവാസൻ വീണ്ടും നിശ്വസിച്ചു. പ്രഭാകരൻ അയാളെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. എന്താണ് അയാളുടെ ഉദ്ദേശമെന്ന് ചികഞ്ഞറിയാനെന്ന പോലെ. വിനുവിനോട് അരുന്ധതിക്കുള്ള അമിതമായ സ്നേഹം കണ്ട് അഭിമാനിച്ചിട്ടുള്ളവനാണ് ഞാൻ. എന്നാൽ ഇനി ആ സ്നേഹം എൻ്റെ മോൾക്ക് ദോഷമേ ചെയ്യൂ. എന്താണ് പറയുന്നത് ചേട്ടാ? പ്രഭാകരൻ അമ്പരന്നു. വിഷ്ണുവിൻ്റെ അഭാവത്തിൽ അവരുടെ അമിതമായ സ്നേഹം പരസ്പരമുള്ള ആശ്രയിക്കലുമാകും ഇനി. ദുഃഖം മറക്കാനുള്ള ത്വരയിൽ സ്വയം മറന്ന് ഇരുവരും സ്നേഹിച്ചാൽ പിന്നെ തമ്മിൽ വേർപെടുത്താനാവാതെ വരും. 26-ാം വയസ്സിൽ വിധവയായ സ്ത്രീയാണ് അരുന്ധതി. ഇന്നോളം ഭർത്താവിൻ്റെ സ്മരണകളും പൂജയുമായി ഒറ്റയ്ക്ക് കഴിയുന്ന പാരമ്പര്യം. എൻ്റെ മകളുടെ മനസ്സിൽ ആ പാരമ്പര്യം അടിത്തറയിട്ട് പോയാൽ? ശ്രീനിവാസന്റെ വെപ്രാളത്തിൻ്റെയും സംസാരത്തിൻ്റെയും പൊരുൾ പ്രഭാകരൻ അപ്പോഴാണ് മനസ്സിലായത്. ശരിയാണ്, 26-ാം വയസ്സിൽ ചേട്ടത്തി വിധവയായി.
5 വർഷം മാത്രം നീണ്ട ദാമ്പത്യം. 21-ാം വയസ്സിൽ കൊട്ടാരപ്പറമ്പ് തറവാട്ടിൽ ചേട്ടത്തി വന്നു. 3-4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിഷ്ണു ജനിച്ചതും. ചേട്ടന്റെ മരണശേഷം എല്ലാവരും നിർബന്ധിച്ചു, താൻ പോലും പുനർവിവാഹത്തിന്. ചേട്ടത്തി സമ്മതിച്ചില്ല. ചേട്ടത്തിയുടെ വീട്ടുകാർ നാവുന്നത്ര ശ്രമിച്ചു. സ്വന്തം വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകാൻ പോയില്ല. ഭർത്താവിൻ്റെ ഓർമ്മകളെ താലോലിച്ച് മകനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതം. അതുകൊണ്ട് തന്നെ ആവാം ശരിയായ തിരിച്ചറിവ് ലഭിച്ചതിന് ശേഷം വിഷ്ണുവിന് അമ്മ വെറും അമ്മയല്ല, ദേവിയായിരുന്നു, ആരാധ്യയായിരുന്നു. വിഷ്ണുവിൻ്റെ ആരാധനാഭാവം വിനുവിലേക്കും പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയപ്പെടണം. ചേട്ടൻ മരിക്കുമ്പോൾ ചേട്ടത്തിക്ക് ആശ്രയിക്കാൻ വിഷ്ണു എങ്കിലും ഉണ്ടായിരുന്നു. ജീവിത ലക്ഷ്യവും പിന്നെ വിഷ്ണു ആയിരുന്നു. വിനുവിനോ എന്തുണ്ട് ലക്ഷ്യം? 3 വർഷത്തെ ദാമ്പത്യം കഷ്ടിച്ച് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു കുഞ്ഞു പോലും ജനിച്ചിട്ടുമില്ല. പിന്നെ എന്തോർത്ത് ഇനി കഴിയുവൾ? ആർക്ക് വേണ്ടി ജീവിക്കും? എന്താ പ്രഭാകരൻ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് ശരിയല്ലാന്നുണ്ടോ? ശ്രീനിവാസൻ ചോദിച്ചു. തികച്ചും ശരി തന്നെ. ചേട്ടന്റെ വിലയിരുത്തൽ ചേട്ടത്തിയുടെയും വിനുവിൻ്റെയും കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാകും. 3 തരം. കാരണം 2 പേരും അത്രയേറെ സെന്റിമെന്റലാണ് എല്ലാ കാര്യങ്ങളിലും. മനപ്പൊരുത്തവും അപാരം. എന്നെ പ്രഭാകരൻ സഹായിക്കണം. എങ്ങനെയും വിനുവിനെ ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോകണം. അതിനാണ് ഞങ്ങൾ തങ്ങുന്നത്. പക്ഷേ ചേട്ടത്തിയോട് ഇതെങ്ങനെ പറയും? ഈ ദുഃഖാന്തരീക്ഷത്തിൽ നിന്ന് തൽക്കാലം ഒരു മാറ്റത്തിനായി കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു നോക്കിയാലോ? ശ്രീനിവാസൻ വഴി ഉപദേശിച്ചു. നോക്കാം. ശ്രീനിവാസനും പ്രഭാകരനും കൂടിയാണ് അരുന്ധതിയെ സമീപിച്ചത്. അവർ കിടക്കുകയാണ്. അരികിൽ രാജേശ്വരിയും ലീലാവതിയും ഉണ്ട്. വിനു പതിവ് പോലെ വിഷ്ണുവിൻ്റെ ലഗേജുകൾക്കിടയിലിരുന്ന് ഓരോന്ന് പറയുന്നു. അക്കാര്യത്തിൽ നിന്നാണ് പ്രഭാകരൻ തുടങ്ങിയത്. വിനുവിങ്ങനെ ആ ലഗേജുകൾക്കിടയിൽ എപ്പോഴും കഴിച്ചുകൂട്ടിയാൽ എങ്ങനെയാണ് ചേട്ടത്തി? അരുന്ധതി എഴുന്നേറ്റിരുന്നു. എൻ്റെ മോൻ അവളെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. അവൾ 100 ഇരട്ടി അങ്ങോട്ടും. തേങ്ങിപ്പൊട്ടുകയാണ് അരുന്ധതി. അവൻ ഓരോ അവധി കഴിഞ്ഞു പോയാലും വരുന്നത് വരെ കഴിയുമെങ്കിൽ ദിവസത്തിൽ ഒരിക്കലെങ്കിലും അവളെ വിളിക്കുമായിരുന്നു. അവൾ അങ്ങോട്ടും. ഓരോ തവണയും എത്രയാകുമായിരുന്നെന്നോ ഫോൺ ബിൽ? അത്രയേറെ അവർ അന്യോന്യം സ്നേഹിച്ചിരുന്നു. ശരിയാണ്, എല്ലാം എല്ലാവർക്കും അറിയാം. ശ്രീനിവാസൻ പതിയെ വിഷയത്തിലേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷേ പോയോരു പോയില്ലേ. ഇനി അക്കാര്യം പറയുന്ന എന്തിന്? ഒരുപാട് ദുഃഖിച്ചിട്ടെന്ത്? അരുന്ധതി മിഴികൾ തുടച്ച് ശ്രീനിവാസനെ നോക്കി. ആ മിഴികളിൽ ആശങ്ക നിറഞ്ഞു. പെണ്ണിങ്ങനെ എപ്പോഴും മുറി അടച്ചിട്ട് ബാഗും കെട്ടിപ്പിടിച്ചിരുന്നാൽ എങ്ങനെയാണ് അരുന്ധതി? അവൾക്ക് എങ്ങനെ പിന്നെ സമാധാനിക്കാനാവും? ശ്രീനിവാസൻ വീണ്ടും ചോദിച്ചു. അരുന്ധതി ബാക്കി കൂടി കേൾക്കാനെന്നോണം നോക്കി. ലീലാവതിയും ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ എത്ര നാളായി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു? 1 മാസത്തോളം ആകുന്നില്ലേ ഇപ്പോൾ? ഇനി വീട്ടിലൊന്നും പോകാതെ വയ്യ. അവിടെയും അനുവും ആനന്ദും മാത്രമല്ലേ ഉള്ളൂ. എല്ലാം ഒരു വകയാക്കി വെക്കും. ഞാനും ലീലാവതിയും മടങ്ങുകയാണ് ഞങ്ങളോടൊപ്പം. ശ്രീനിവാസൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അരുന്ധതി ഇമ വെട്ടാതെ നോക്കിയിരിക്കുകയാണ്. അല്ല, ഞങ്ങളോടൊപ്പം വിനുവിനെ കൂടി കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുകയാണ്. ശ്രീനിവാസൻ പറഞ്ഞൊപ്പിച്ചു. കൊണ്ടുപോയിക്കോളൂ. എന്തിനെന്ന് പോലും ചോദിക്കാതെ, യാതൊരു വിശദീകരണത്തിനും സങ്കടത്തിനും നിൽക്കാതെ അരുന്ധതി പെട്ടെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പോലും അയ്യടാന്നായിപ്പോയി. അല്ല, അത് അരുന്ധതി ഞാൻ പറഞ്ഞത്. അയാൾ തപ്പി തടഞ്ഞു. എനിക്കറിയാം ശ്രീനിവാസൻ ചേട്ടാ, എല്ലാം അറിയാം. അരുന്ധതി തുടർന്നു. എൻ്റെ മകനില്ല, ഇനി വിനു. ആ സങ്കടവും പേറി ഇവിടെ എന്തിനു നിൽക്കുന്നു? നിങ്ങൾ പോകുമ്പോൾ അവളെയും കൊണ്ടുപോയാൽ ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അയ്യോ, അങ്ങനെയൊന്നും കരുതിയിട്ടല്ല ചേച്ചി. ലീലാവതി ഇടയിൽ കടന്നു. വിഷ്ണു ഇല്ലെങ്കിലും ഈ വീടുമായുള്ള ബന്ധം ഞങ്ങൾ മരിക്കുന്നത് വരെ ഇല്ലാതാവില്ല. നമ്മൾ വെറും ബന്ധുക്കളായി മാത്രം കഴിഞ്ഞവരല്ലല്ലോ. പട്ടാള ചിട്ടയിൽ ഏറെ കാലവും ജീവിച്ച ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എപ്പോഴും തുറന്ന അഭിപ്രായവും അത് ഉടനെ തന്നെ പാലിക്കപ്പെടണമെന്ന നിർബന്ധ ബുദ്ധിയുമുണ്ട്. ആർമിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പട്ടാള ചിട്ട റിട്ടയർ ആയി കഴിഞ്ഞ് കുടുംബജീവിതത്തിലും പലപ്പോഴും എടുക്കുന്നുവെന്ന് ലീലാവതി തമാശയായി ആരോപിക്കുകയും ചെയ്യാറുണ്ട്. വിനുവിനെ കൊണ്ടുപോകണം. അങ്ങനെ ലീലാവതിക്ക് ഉള്ളിൽ തീരുമാനമുണ്ട്. പക്ഷേ അതിങ്ങനെ വിഷ്ണു മരിച്ച 1 മാസം പോലും പൂർത്തിയാകും മുമ്പ് തന്നെ വേണമെന്ന് നിർബന്ധ ബുദ്ധിയില്ല. അല്പം കൂടി കഴിയട്ടെ എന്നായിരുന്നു. എങ്കിലും ഭർത്താവ് പറഞ്ഞതിനെ പാടെ നിഷേധിച്ചു പറയാൻ പാടില്ലല്ലോ. ലീലാവതി ഒന്നുരുണ്ട് കളിച്ചു. ചേച്ചി, വിനു ഇങ്ങനെ മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയല്ലേ. അവിടെ വന്നാൽ ആനന്ദും അനുവും ഒക്കെ കൂടിയാവുമ്പോൾ തൽക്കാലം ഒരാശ്വാസം കിട്ടും. തൽക്കാല ആശ്വാസം കഴിഞ്ഞാലോ?
അരുന്ധതി ചോദിച്ചു. പിന്നീട് എന്തു ചെയ്യും? പിന്നീടും ആശ്വാസം കിട്ടണമല്ലോ. എനിക്ക് അവളെ പൊന്നിഷ്ടവാ. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കും. അവളെ ഇവിടെ നിന്ന് പോയാൽ ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവും. എല്ലാം സത്യം. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ന്യായമാണ്. ഒരച്ഛനും അമ്മയും പറയേണ്ടുന്ന ന്യായം, ചെയ്യേണ്ടുന്ന കടമ. അതിനു മുമ്പിൽ അരുന്ധതി ഒരു തടസ്സമല്ല. എൻ്റെ നെഞ്ച് കീറിയാലും വേണ്ടിയില്ല. നിങ്ങൾ അവളെ കൊണ്ടുപോകാം. ഇപ്പോൾ വേണമെങ്കിൽ, ഈ നിമിഷം വേണമെങ്കിലും പോരെ. ഇതിലപ്പുറം അവൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം പറയൂ, അതും ചെയ്യാം. ശ്രീനിവാസൻ പോലും ആകെ വിഷമിച്ചു പോയി. അരുന്ധതിയുടെ നിറമിഴികളും വേദന ഒതുക്കുന്ന മുഖവും പതറിയ സ്വരവും കേട്ടപ്പോൾ അവർ നിരാകരിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെ ശ്രീനിവാസൻ ആഗ്രഹിച്ചു പോയി. എങ്കിൽ വാശിയോടെ മകളെ പിടിച്ചിറക്കാമായിരുന്നു. ഇത് പക്ഷെ അങ്ങനെയല്ല. കൂടെ കൊണ്ടുപോയിക്കോളൂ എന്ന അനുവാദമാണ്. ഇല്ല, ഞാൻ പോകുന്നില്ല, ആരുടെയും കൂടെ പോകുന്നില്ല. പെട്ടെന്ന് വാതിൽക്കൽ വിനുവിൻ്റെ സ്വരം. എല്ലാവരും തിരിഞ്ഞു നോക്കി. ഞാൻ കേട്ടു, എല്ലാം കേട്ടു. വിനു അകത്തേക്ക് വന്നു. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, ആരുടെയും കൂടെ പോകുന്നില്ല. വിനു വന്ന് അരുന്ധതിക്ക് അരികിലിരുന്നു. അവളാകെ ആളിപ്പടരുന്ന ഒരു ഭാവത്തിലായിരുന്നു. മോളെ, കുറച്ച് ദിവസം നമുക്ക് വീട്ടിൽ പോയി നിൽക്കാം, എന്നിട്ടിങ്ങ് പോരാ, ശ്രീനിവാസൻ പറഞ്ഞു. അച്ഛനൊരു മനുഷ്യനാണോ? കിതപ്പോടെ വിനു വിരൽ ചൂണ്ടി. ആദ്യമായിരുന്നു അങ്ങനെ. ബഹുമാനവും സ്നേഹവും കുറഞ്ഞൊരു ശ്രീനിവാസൻ വിളറി. അതിലധികം ഭയന്നു. ആ ഭയം എല്ലാവരിലും ഉണ്ടായി. അച്ഛൻ ആശുപത്രിയിൽ നിന്ന് എന്നെ കടത്തിക്കൊണ്ടു പോകാൻ ഒരുങ്ങി, ഇങ്ങോട്ട് വരാതെ. വിനു അതേ ഗൗരവത്തിൽ ആരോപിച്ചു, കുറ്റവാളിയോട് പറയുന്ന ഭാവത്തിൽ. ഇപ്പോൾ വീണ്ടും ഓരോ കള്ളത്തരങ്ങൾ പറയുന്നു. എന്നെ ഇവിടെ നിന്ന് പിടിച്ചിറക്കാൻ, കൊണ്ടുപോവാൻ. മോളെ, എന്താ നീ പറയുന്നത്? നെഞ്ചിലുണർന്ന വിഹ്വലതയോടെ ലീലാവതി ചോദിച്ചു. അമ്മ അച്ഛന് കൂട്ടു നിൽക്കുമായിരുന്നുവെന്ന് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. വിനു ലീലാവതിയുടെ നേരെ തിരിഞ്ഞു. പക്ഷേ ഞാൻ വരില്ല, എങ്ങോട്ടും വരില്ല. ഇതാണ് എൻ്റെ വീട്, ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വിഷ്ണു പോയത്. എന്നെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരുമെന്ന്, ഞാൻ ഇവിടെ ഒരുങ്ങി നിൽക്കണമെന്ന്. ഞാൻ ഒരുങ്ങുകയാണ് പോകാൻ. എന്നെ കൊണ്ടുപോകാൻ എൻ്റെ വിഷ്ണു വരും. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാതെ വന്നാലോ? പതറിയാണ് ആ പറച്ചിൽ. എല്ലാ മിഴികളും ഭീതിയോടെ അവളെ ഉറ്റുനോക്കി. അരുന്ധതി അവളുടെ തോളിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. അമ്മയോടും വിഷ്ണു പറഞ്ഞതല്ലേ നമ്മൾ ഒരുമിച്ച് റെഡിയായി നിൽക്കണമെന്ന്. എന്നിട്ടും എന്നെ പറഞ്ഞു വിടുന്ന എന്തിനാ അമ്മേ? വിഷ്ണുവിൻ്റെ ഒപ്പം അമ്മയ്ക്ക് തനിച്ചു പോകാനാണോ? മോളെ, അരുന്ധതി അവളെ ഭീതിയോടെ ഉറ്റുനോക്കി. ഞാൻ പോകില്ലമ്മേ, എങ്ങും പോകില്ല. വിനു, അരുന്ധതി അവളെ ഒന്ന് പിടിച്ചുലച്ചു. എന്നെ വിട്ടു കൊടുക്കല്ലേ അമ്മേ? അരുന്ധതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിനു ഉറക്കെ വിലപിച്ചു. എന്നെ വിട്ടു കൊടുക്കല്ലേ അമ്മേ? ഞാൻ പോവില്ല. വിഷ്ണു വരുമ്പം നമുക്ക് ഒരുമിച്ച് പോകണം, ഒരുമിച്ച്. എൻ്റെ പൊന്നു മോളെ. ലീലാവതി വിനുവിൻ്റെ തോളിൽ നിലവിളിയോടെ പിടിച്ചു. വിനു മുഖമുയർത്തി. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ ഭീതിയായി. എന്നെ തൊടരുത്, ഞാൻ വരില്ല പറഞ്ഞതും അവൾ പിടിവിട്ട് ഒറ്റപ്പാച്ചിൽ ഓടിച്ചെന്നവൾ ആ മുറിക്കുള്ളിലേക്ക് കയറി വാതിലുകൾ വലിച്ചടച്ചു. വിഷ്ണുവിൻ്റെ ലഗേജുകൾക്കിടയിൽ അവൾ വീണ്ടും വീണു. പുറത്ത് ലീലാവതി നെഞ്ചത്താഞ്ഞലച്ചു. വിനുവിൻ്റെ മാനസിക നിലയ്ക്ക് തകരാറുണ്ടോ? എല്ലാവരും ഒരേപോലെ സംശയിച്ചു. വിഷ്ണുവിൻ്റെ ലഗേജുകൾക്കിടയിൽ ദിവസങ്ങളോളം കഴിഞ്ഞപ്പോൾ അവൾ മറ്റൊരു ലോകത്തായോ? സൂക്ഷിക്കണം, ഒരു സ്ഫടിക ഗോളം കയ്യിലെടുക്കുന്നത് പോലെ സൂക്ഷിക്കണം. ഡോക്ടർ ജോർജ് തോമസിൻ്റെ താക്കീത്. വീട്ടിലേക്കുള്ള വരവും അനന്തര സംഭവങ്ങളും അവളിൽ നോർമലായ ഒരു മാനസികാവസ്ഥ ഉളവാക്കിയത് പോലെയാണ് തോന്നിച്ചിരുന്നത്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചില്ല. മാത്രമല്ല, സംഭാഷണം അവൾ കേൾക്കുമെന്നും കരുതിയില്ല. ഇനിയും അരുന്ധതി തന്നെ ആ വാതിൽ തുറന്നു. പതിയെ അകത്തേക്ക് കടന്നു. പിന്നാലെ ലീലാവതിയും. വിഷ്ണുവിൻ്റെ ഡ്രസ്സുകൾക്ക് മുകളിലേക്ക് വീണ് കിടന്ന് കരയുകയാണവൾ. കയ്യിൽ വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, സൈനിക വേഷത്തിലുള്ളത്. അരുന്ധതി അവളെ പിടിച്ചുയർത്തി. അമ്മേ! അവൾ അരുന്ധതിയുടെ തോളിലേക്ക് തല ചായ്ച്ചു. അവളുടെ വേദന അപ്പാടെ ഉൾക്കണ്ടതുപോലെ തോളിൽ തട്ടി തലോടി. വിഹ്വത കലർന്ന വിങ്ങിപ്പൊട്ടലോടെ വിനു പറഞ്ഞു, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ അമ്മേ? അവളെ തന്നിലേക്ക് അല്പം കൂടി ചേർത്ത് തോളത്ത് തട്ടിക്കൊണ്ട് അരുന്ധതി സാന്ത്വനിപ്പിച്ചു. ഇല്ല മോളെ, നിന്നെ ഞാൻ പറഞ്ഞു വിടില്ലടി. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാനുള്ള ശക്തി ഇനി ഈ അമ്മയ്ക്കില്ല മോളെ. എന്നിട്ട് അമ്മ പറഞ്ഞില്ലേ എന്നെ കൊണ്ടുപോയിക്കോളെ? വിനു കൊച്ചുകുട്ടിയായി. നിന്റെ അച്ഛനും അമ്മയല്ലേ ചോദിച്ചത്? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അരുന്ധതി അവളുടെ മാനസിക നില അറിഞ്ഞു തന്നെ സംസാരിച്ചു. പക്ഷേ അവരെന്നെ അമ്മയ്ക്ക് മരുമകളായി തന്നതല്ലേ? അതെ, പിന്നെ ഞാൻ എന്തിനിവിടുന്ന് പോണം?
പോകണ്ട. പിന്നെ എന്തിനാ പോകാൻ പറഞ്ഞേ? ഒരു മാറ്റം എൻ്റെ മോൾക്ക് ഇത്തിരി ആശ്വാസം കിട്ടാൻ സഹായിക്കുമെങ്കിൽ. ഇവിടെ നിന്ന് പോയാൽ എൻ്റെ സമാധാനം മറ്റെന്താമേ? അരുന്ധതി അവളുടെ തുളുമ്പുന്ന മിഴികളിലേക്ക് നോക്കി. മോളെ. ലീലാവതി അവൾക്കരികിലേക്ക് ചെന്ന് വിളിച്ചു. വരരുത്. വല്ലാത്തൊരാവേശത്തോടെ വിനു വിലക്കി. എൻ്റെ അടുത്തേക്ക് വരണ്ട. ആരും വരണ്ട. ഞാൻ വരില്ല, വരില്ല. ആരുടെയും കൂടെ വരില്ല. ലീലാവതി ഞെട്ടി പിന്മാറി. അവർ നിസ്സഹായതയോടെ ഭർത്താവിനെ നോക്കി. അമ്മേ വാ. വിനു അരുന്ധതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നമുക്ക് പോകാമേ. അവരുടെ അടുത്തേക്ക് പോവാമേ. വിനു അരുന്ധതിയെ തന്നോട് ചേർത്ത് പിടിച്ച് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് തൻ്റെ മുറിയിലേക്ക് കയറി വാതിലും അടച്ചു. ബെഡിലിരുന്നു കൊണ്ട് അരുന്ധതി അവളെ തലോടി. നീ പേടിക്കണ്ട എൻ്റെ കുട്ടി. നിന്റെ സമ്മതമില്ലാതെ ആരാണ് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവുക? അതിന് ഞാൻ സമ്മതിക്കുമോ കുട്ടി? എനിക്ക് സമ്മതമില്ല, അവൾ തീർത്തു പറഞ്ഞു. അരുന്ധതി അവളെ തൻ്റെ മടിയിലേക്ക് കടത്തി ഒരു കുഞ്ഞിനെ എന്ന വണ്ണം തോളിൽ മെല്ലെ തട്ടി. വിനുവിൻ്റെ കരങ്ങൾ അവരെ ചുറ്റി പൊതിഞ്ഞു പിടിച്ചു. അരുന്ധതി തൻ്റെ കണ്ണീർ തുടച്ചു. ജനലയിലൂടെ മറ്റുള്ളവർ അത് കണ്ടു. ആ കാഴ്ച. പ്രഭാകരൻ പറഞ്ഞു, നമുക്കവളെ ഡോക്ടർ ജോർജ് തോമസിനെ ഒന്നുകൂടെ കാണിച്ചാലോ? ഇങ്ങനെ പോയാൽ ഇത് അപകടമാണ്. വേണം. ഞാനും അതുതന്നെയാണ് ആലോചിക്കുന്നത്, ശ്രീനിവാസനും പറഞ്ഞു. ഒരു ദുരന്തം നടന്നതല്ലേ? ഇപ്പോഴും എനിക്ക് പോലും അത് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെയൊന്നും നടന്നു എന്ന്. കൊച്ചച്ച എന്ന് വിളിച്ച് കയറി വരുന്നത് പോലെ, ഐ ആം ഫൈൻ കൊച്ചച്ച എന്ന് ഫോണിൽ ആ ശബ്ദം കേൾക്കുന്നത് പോലെ. പ്രഭാകരൻ തുടർന്നു. അപ്പോൾ പിന്നെ വിനുവോ ഏട്ടത്തിക്കോ എങ്ങനെ നോർമലാകാൻ കഴിയും? പ്രഭാകരൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ശ്രീനിവാസന് തോന്നി. തനിക്ക് ഇത്തിരി തിടുക്കം കൂടിപ്പോയി. തൽക്കാലമുള്ള തീവ്ര ദുഃഖം തീരാൻ സമയം കൊടുത്താൽ ക്രമേണ എല്ലാം ശരിയാകും. ജീവിത ലക്ഷ്യം എന്ന് പറയാൻ ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത സ്ഥിതിക്ക് വിനു തങ്ങളോടൊപ്പം വരാതിരിക്കുമോ? ഒരമ്മയാകാനുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനെങ്കിലും. ഉവ്, അതാണ് ശരി. തൻ്റെ നീക്കം തെറ്റിയിരിക്കുന്നു. ലീലാവതി ആരോപിക്കുന്നത് പോലെ ഇപ്പോഴും തൻ്റെ ഉള്ളിൽ കർക്കശക്കാരനായ ഒരു ആർമി ഓഫീസർ ഒളിച്ചിരിക്കുന്നുണ്ടാവുക. അരുന്ധതി പതിയെ വാതിൽ തുറന്ന് അവൾക്കരികിലെത്തി. വിനു ഉറങ്ങിയിരുന്നു. അവരുടെ പ്രശ്നം ശരിക്കും മനസ്സിലാക്കിയതുപോലെ അരുന്ധതി പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലെ ഉത്കണ്ഠ എനിക്കറിയാം ലീലാവതി. ഉറപ്പിച്ചോളൂ, ഞാനും ഒന്ന് പ്രസവിച്ചവളാണ്. പ്രസവ വേദന നല്ലോണം അറിഞ്ഞു തന്നെ. വിനുവിന് മേൽ നിങ്ങൾക്കുള്ള അതേ ഉത്കണ്ഠ എനിക്കും ഉണ്ട്. അത് നിങ്ങൾ അറിയണം. ലീലാവതിയോ ശ്രീനിവാസനോ ഒന്നും പറഞ്ഞില്ല. നീണ്ട ഒരു നെടുവീർപ്പോടെ അവർ തുടർന്നു. വിഷ്ണു പോയി. വിനു വിധവയുമായി. ചെറുപ്പം. ഒരു കുഞ്ഞു പോലുമില്ല. എൻ്റെ അടുത്ത് നിന്നാൽ എന്നെപ്പോലെ ഭർത്തൃസ്മരണയിൽ അവളുടെ ജീവിതം പാഴാക്കൂ എന്നല്ലേ നിങ്ങളുടെ ഭയം? ലീലാവതി വിളറി. ശ്രീനിവാസനും. അങ്ങനെ എൻ്റെ സ്വാർത്ഥതയ്ക്കായി വിനുവിനെ ഞാൻ വെള്ളപ്പുടവ ചുറ്റിച്ച് നിർത്തില്ല. എന്തിനും അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരും ഒന്നും മിണ്ടിയില്ല. ഇവിടെ നിന്ന് പോകാൻ വിനു ഏത് നിമിഷം ആഗ്രഹിച്ചാലും പോകാം. ഒരു തടസ്സവും ഇല്ല. മറ്റൊരു ജീവിതം അവൾ എന്നാഗ്രഹിച്ചാലും അവളെ കൈ പിടിച്ച് തന്നെ അങ്ങോട്ട് നയിക്കാൻ ഞാനും തയ്യാറാണ്. പക്ഷേ എല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ചേ നടക്കും. ബലമായി ആരും ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല, അത് തീർച്ച. അരുന്ധതി ഒരു പ്രഖ്യാപനം പോലെ പറഞ്ഞു. ബലമായി അവളെ കൊണ്ടുപോകാൻ ഞങ്ങളും ആഗ്രഹിച്ചില്ലായിരുന്നത് ചേച്ചി, ലീലാവതി പറഞ്ഞു. പിന്നെന്തിനാണ് അനിയനെയും കൂട്ടി വക്കാലത്തുമായി വന്നത്? അരുന്ധതിയുടെ സ്വരം കടുത്തു. അത് ശ്രീനിവാസം പരിങ്ങല്ലായി. ഞാൻ വിനുവിനെ കെട്ടിയിടുമെന്ന് കരുതിയല്ലേ? ആരും മറുപടി പറഞ്ഞില്ല. അരുന്ധതി ഒന്നും ഒരിക്കലും ആരിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ദൈവത്തിൽ നിന്ന് പോലും. അത്രയും പറഞ്ഞതോടെ അവരുടെ വല്ലാത്തൊരു തേക്കം മുട്ടിപ്പോയി. മറ്റുള്ളവർ വിഷണ്ണരായി നിൽക്കെ അരുന്ധതി അകത്തേക്ക് പോയി. നാളെ നമുക്ക് വിനുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, രംഗം ക്രമീകരിക്കാനെന്നോണം ശ്രീനിവാസൻ പറഞ്ഞു. ആരും മറുപടി പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ വീണ്ടും അതുതന്നെയായി പ്രശ്നം. വിനുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പക്ഷേ എന്തു പറഞ്ഞു കൊണ്ടുപോകും? എങ്ങനെയാണ് അവളെ കൊണ്ടുപോവുക? ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞാൽ എന്തിനെന്ന ചോദ്യം ഉടനെ ഉണ്ടാകും അവളിൽ നിന്ന്. അല്ലാതെ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവൾ ഒട്ടും സമ്മതിക്കില്ല. അരുന്ധതിയിൽ നിന്ന് തന്നെ പിരിക്കാനാണെന്ന് അവൾ ധരിക്കും. ഒടുവിൽ അരുന്ധതി തന്നെ അക്കാര്യേറ്റു. ഞാൻ കൊണ്ടുപോകാം അവളെ. ചേട്ടത്തി എന്തു പറഞ്ഞു കൊണ്ടുപോകും? പ്രഭാകരൻ ചോദിച്ചു. എനിക്ക് വല്ലാത്ത ക്ഷീണം, തലവേദന എന്നൊക്കെ പറയാം. ഡോക്ടർ സൂസന്ന ജോർജിനെ കാണണം. എന്നോടൊപ്പം കൂട്ടായി എന്നും വന്നിരുന്നത് വിനുവാണ്. ഇപ്പോഴും ഞാൻ കൂട്ടായി കൊണ്ടുപോകുന്നു. നിങ്ങൾ പുറകെ വന്നാൽ മതി. എന്താ, അതുപോലെ? അതൊരു നല്ല ഐഡിയ ആയിരുന്നു. എല്ലാവർക്കും സമ്മതമായി. അരുന്ധതി തന്നെ വിനുവിനോട് വിവരം പറഞ്ഞു. അരുന്ധതിക്ക് കൂട്ടായി പോകുന്നതിൽ അവൾക്കൊരു എതിർപ്പുമില്ല. കുളിച്ചു, മുടി പിന്നിൽ കെട്ടിയിട്ടു. അവൾ റെഡിയായി. അരുന്ധതി സാരി ധരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ. ശ്രീനിവാസനാണ് അറ്റൻഡ് ചെയ്തത്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരുന്നു കോൾ. വൈകുന്നേരം മുഖ്യമന്ത്രി ശാന്തിയിലെത്തും. ജന്മനാടിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വിഷ്ണുരാജിന്റെ വിധവയ്ക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ച ധനസഹായം നൽകാൻ 5 ലക്ഷം രൂപ. ഇനിയും ഒരു സീൻ. ശ്രീനിവാസൻ അതായിരുന്നു സങ്കടം. കേരള സർക്കാരിന്റെ സഹായം കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ സഹായം വേറെയുണ്ട്. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് വിനുവിന് ഒരു ജോലിയുടെ ഓഫറും ഉണ്ട്. ഒക്കെ ശരി. പക്ഷെ ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി എത്തുന്നു എന്ന് വിനുവിനോട് എങ്ങനെ പറയും? അരുന്ധതിയോട് എങ്ങനെ പറയും? പറയാതിരിക്കാനും ആവില്ലല്ലോ. ശ്രീനിവാസൻ അതിന് പ്രഭാകരനെ കൂട്ടുപിടിച്ചു. വീട് അടുത്തായതുകൊണ്ട് പോയാലും പ്രഭാകരനും രാജേശ്വരിയും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ശാന്തിയിലേക്കെത്തും. അത് ശ്രീനിവാസനും ലീലാവതിക്കും വലിയൊരാശ്വാസം തന്നെ. പ്രഭാകരനും ശ്രീനിവാസനും അടുത്തെത്തിയപ്പോഴേ അരുന്ധതിക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ടെന്നും. അവരുടെ മുഖഭാവം അത് വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഇരുവരും കൂടി കാര്യം പറഞ്ഞൊപ്പിച്ചു. അരുന്ധതിയുടെ നെഞ്ച് ചുട്ടുപൊള്ളി. കത്തിമുന തറയുന്ന വേദനയോടെ വിനു നിന്നു. എൻ്റെ കുഞ്ഞിന് പകരം കുറേ പണം. എന്തിനാണത്? അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? അവന് പകരം എന്ത് കിട്ടിയാലും നമുക്ക് സമാധാനം കിട്ടില്ല, പ്രഭാകരൻ പറഞ്ഞു. എന്ന് കരുതി നമുക്കിതിനെ നിഷേധിക്കാനാവില്ലല്ലോ ചേട്ടത്തി. വേണ്ട കൊച്ചച്ച, നമുക്ക് വേണ്ട. അരികിൽ തളർന്നു തൂങ്ങി ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് വിനു പറഞ്ഞു. നമുക്ക് ആ പണം വേണ്ട. വിഷ്ണുവിന് പകരം കുറേ പണം. നമുക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ മതി കൊച്ചച്ച. അതിനായിട്ട് ഇങ്ങോട്ട് ആരും വരികയും വേണ്ട. പ്രഭാകരൻ ശ്രീനിവാസനെ നോക്കി. മോൾ എന്താ ഇങ്ങനെ പറയുന്നത്? ശ്രീനിവാസൻ ചോദിച്ചു. എൻ്റെ വിഷ്ണുവിൻ്റെ ജീവന് പകരമാണച്ച ലക്ഷങ്ങൾ വെച്ച് നീട്ടുന്നത്. എന്തിനാണ് അച്ഛ ഇനി ലക്ഷങ്ങൾ? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഞാനും ഈ അമ്മയും ഞങ്ങൾക്ക് കഴിയാൻ വേണ്ടതിലേറെ ഇവിടെയുണ്ട്. പിന്നെ ആ പണം കൂടി എന്തിന്? അത് വാങ്ങിയാൽ ഈ കൈകൾ പൊള്ളിപ്പോവും. എനിക്കതിനുള്ള കരുത്തില്ല. സഹിക്കാനാവില്ല അച്ഛ, സഹിക്കാനാവില്ല. വിനു മുഖം പൊത്തിക്കരഞ്ഞു. നമുക്ക് ആ പണം നിഷേധിക്കാനാവില്ല മോളെ, ശ്രീനിവാസൻ പറഞ്ഞു. ഇതൊരു സൈനികന്റെ ജീവന് പകരമല്ല. ഒരു ജീവന് പകരം എന്ത് കിട്ടിയാലും ആർക്കും മതിയാവില്ലെന്ന് സർക്കാരിനും അറിയാം മോളെ. ഇത് ജന്മനാടിന് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികൻ സർക്കാർ നൽകുന്ന ബഹുമതിയാണ്, ആദരവാണ്. അത് നമ്മൾ നിരസിക്കാൻ പാടുള്ളതല്ല. നിരസിച്ചാൽ അത് വിഷ്ണുവിൻ്റെ ജീവനെ തള്ളിപ്പറയുന്നതിന് തുല്യമല്ലേ മോളെ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വിനു നിസ്സഹായതയോടെ അരുന്ധതി നോക്കി. മോളെ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. നമുക്ക് കഴിയാനുള്ളതും മിച്ചവും ഇപ്പോൾ തന്നെയുണ്ട്. ഇനി എന്തിന് കുറേ പണം, സമ്പാദ്യം? ഒന്നും വേണ്ട. എന്നാലും നമുക്ക് നമ്മുടെ കുട്ടൻ്റെ ബഹുമതിയും ആദരവും നിഷേധിക്കണ്ട, സ്വീകരിക്കാം. എന്നിട്ട് അരുന്ധതി നിർത്തി വിനു നോക്കി. എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കാം. സഹായം ആവശ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ അനാഥ കുഞ്ഞുങ്ങൾക്ക്. എൻ്റെ മോൻ്റെ ആത്മാവിനെങ്കിലും സന്തോഷമായിരിക്കട്ടെ. അത് മതിയമ്മേ, അത് മതി. അനാഥ കുട്ടികൾക്ക് കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക്. അതാവും വിഷ്ണുവിന് ഏറെ സന്തോഷം. ഒരു കുഞ്ഞിന് വേണ്ടി വിഷ്ണു എത്ര കൊതിച്ചിരുന്നതാണ്. എനിക്കൊരു കുഞ്ഞിനെ ആ കയ്യിൽ കൊടുക്കാൻ ഭാഗ്യമില്ലാതെ പോയി. ഒരു കുഞ്ഞിന് പകരം 1000 കുഞ്ഞുങ്ങൾ വിഷ്ണുവിൻ്റെ പേരിൽ സംരക്ഷിക്കപ്പെടുമ്പോൾ, അതെ, അതാവും വിഷ്ണുവിനിഷ്ടം. അത് മതിയമ്മേ, വിനു പറഞ്ഞു. അരുന്ധതി അവളെ നോക്കി. അവളുടെ മിഴികളിലും മുഖത്തും വേദനയുടെ പിടച്ചിൽ അവർ കണ്ടു. ദുഃഖത്തിൻ്റെ മുള്ളുകൾ കുത്തി കുത്തി വേദനിക്കുന്ന ഭാവം. അവർ അവളുടെ തോളത്ത് തട്ടി സാന്ത്വനിപ്പിച്ചു. അതെ, അതാണ് ഏറ്റവും നല്ല വഴി. അവൻ്റെ പേരിൽ ഇനി കിട്ടുന്നതെല്ലാം നമുക്ക് അങ്ങനെ തന്നെ നൽകാം. അത് മതി. ശ്രീനിവാസനും പ്രഭാകരനും പരസ്പരം നോക്കിയതല്ലാതെ എതിർത്തോ അനുകൂലിച്ചോ മറുപടി പറഞ്ഞില്ല. ലീലാവതിയും രാജേശ്വരിയും കേട്ടു ആ അഭിപ്രായം. അവരും ഒന്നും പറഞ്ഞില്ല. പ്രഭാകരൻ തന്നെ ടാക്സി വരുത്തി. അരുന്ധതിയും വിനുവും അതിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയി. ഇന്നലെയുണ്ടായ പ്രവൃത്തിയോ സംസാരമോ പോലെയല്ല ഇന്ന് വിനുവിൻ്റെ പെരുമാറ്റം. തികച്ചും നോർമൽ ആണെന്നത് പോലെയാണ്. എന്നിരുന്നാലും ഡോക്ടറുടെ ഉപദേശം തേടുന്നത് തന്നെയാണ് നല്ലത്. മാത്രമല്ല, ഈ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരവസരവും ആകുമല്ലോ. അതും നല്ലതല്ലേ. ഇരുവരും കയറിയ ടാക്സി പുറപ്പെട്ട ഉടനെ പ്രഭാകരൻ നേഴ്സിംഗ് ഹോമിലേക്ക് വിളിച്ചു. ഡോക്ടർ സൂസന്നെ തന്നെ കിട്ടി. വിനുവിൻ്റെ പ്രസന്റ് കണ്ടീഷനും പ്രശ്നങ്ങളും പ്രഭാകരൻ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു. ഇരുവരും പുറപ്പെട്ടിട്ടുണ്ട്. ചേട്ടത്തിക്ക് അസുഖമായിട്ട് കൂട്ടിന് വരികയാണെന്ന ഭാവത്തിലാണ് വിനു കൂടെ പോന്നിരിക്കുന്നത്. പ്രഭാകരൻ തുടർന്നു. ഒബ്സർവേഷൻ വേണമെങ്കിൽ കുറച്ച് ദിവസം അവിടെ താമസിക്കാനും അനുവദിക്കണം. കാരണം പലപ്പോഴും പലതരത്തിലാണ് അവൾ പെരുമാറുന്നത്. ഞങ്ങൾക്കില്ലാത്ത വല്ലാത്ത ഉത്കണ്ഠയായിരിക്കുന്നു മാഡം. ആകട്ടെ, ഇവിടെ എത്തട്ടെ, ഞാൻ നോക്കാം. ആവശ്യമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം, പോരെ? ഡോക്ടർ സൂസന്നെ പറഞ്ഞു. മതി. റിസീവർ വെച്ചിട്ട് പ്രഭാകരൻ പറഞ്ഞു. നമുക്ക് പുറകെ പോകാം ചേട്ടാ. അവർ രണ്ടുപേരും തനിയല്ലേ പോയിരിക്കുന്നത്. പോകാം, ഞാൻ റെഡി, ശ്രീനിവാസൻ പറഞ്ഞു. ഇരുവരും പ്രഭാകരൻ്റെ ബൈക്കിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു.
വിനുവിനെ ബോധിപ്പിക്കുന്നതിലേക്കായി ഡോക്ടർ സൂസന്നെയും ജോർജ് തോമസും ആദ്യം പരിശോധിച്ചത് അരുന്ധതിയെ തന്നെയാണ്. വിശദമായി പരിശോധിച്ചു. രക്തസമ്മർദ്ദം ലേശം കൂടുതലുള്ള കൂട്ടത്തിലാണ് അരുന്ധതി. അതിന് ഡോക്ടർ സൂസന്നയുടെ മരുന്ന് പതിവായി കഴിക്കുന്നുമുണ്ടായിരുന്നു. അതിത്തിരി കൂടിയിട്ടുമുണ്ട്. നല്ല ക്ഷീണവുമുണ്ട്. വിനുവിനെ ബോധിപ്പിക്കാനായിരുന്നുവെങ്കിലും ആ പരിശോധന അരുന്ധതിക്ക് ആവശ്യമായിരുന്നു. ഡോക്ടർ മരുന്നുകളും കുറിച്ചു. ഡോക്ടർ, വിനുവിന് നന്നേ ക്ഷീണമുണ്ട്. ആഹാരം തീരെയില്ല. ഉറക്കവും കുറവ്. ഒന്ന് ചെക്ക് ചെയ്തോളൂ, അരുന്ധതി അപ്പോൾ തോന്നിയിട്ടെന്നോണം പറഞ്ഞു. എനിക്കങ്ങനെ ഒരു ക്ഷീണമൊന്നുമില്ല ഡോക്ടർ, വിനു പറഞ്ഞു. എന്നാൽ ഇവിടെ വരെ വന്നതല്ലേ, അമ്മയുടെ സമാധാനത്തിനായി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതിനിപ്പോൾ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ഡോക്ടർ സൂസന്നെ പുഞ്ചിരിച്ചു. എന്നാൽ എതിർപ്പില്ല എന്ന ഭാവമായി വിനുവിന്. അരുന്ധതി പുറത്തേക്കിരുന്നോളൂ, ഞങ്ങൾ വിശദമായി ഒന്ന് പരിശോധിച്ചേക്കാം, ഡോക്ടർ പറഞ്ഞു. അരുന്ധതി പുറത്തേക്കിരുന്നു. ഡോക്ടർമാർ ഇരുവരും അവളോട് സംസാരിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. അവളുടെ മാനസിക നിലയും ശാരീരിക നിലയും തിട്ടപ്പെടുത്താനായിരുന്നു ഡോക്ടർ ജോർജ് തോമസിന്റെ ശ്രമം. അവളുടെ നാഡിയെടുപ്പ് നോക്കുന്നതും മറ്റും ചെയ്യുന്നതിനിടയിൽ ഡോക്ടർ ജോർജ് തോമസ് ഭാര്യയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഉടനെ ഡോക്ടർ സൂസനെയും അവളെ പരിശോധിച്ചു. ഡോക്ടർ സൂസനെ പെട്ടെന്ന് അവളെ അകത്തെ റൂമിലേക്ക് നയിച്ചു. ടേബിളിൽ കിടത്തി വിശദമായ പരിശോധന നടത്തി. പരിശോധന പൂർത്തിയാക്കിയിട്ടവർ വിനുവിനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് തെല്ല ആഹ്ലാദത്തോടെ തന്നെ പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് വിനു. വിനു മുഖമുയർത്തി നോക്കി. എന്തിനെന്ന്? വിനു ഒരമ്മയാകാൻ പോകുന്നു. ഒരു ശ്വാസം തള്ളൽ. വിനു സ്തബ്ധയായി ഇരുന്നു പോയി. ഒരു നിമിഷത്തെ സ്തംഭനാവസ്ഥ കഴിഞ്ഞതും വിനുവിൻ്റെ ശ്വാസം നേരെ വീണു. ആ സത്യം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങുകയാണ്. ആത്മാവിനെ തൊട്ടുണർത്തിക്കൊണ്ട്, ഉറഞ്ഞുപോയ രക്തത്തെയും സിരകളെയും ചൂട് പിടിപ്പിച്ചുകൊണ്ട്, ഹൃദയത്തെ ഒരു പൂവായി വിടർത്തിക്കൊണ്ട്, ആ പൂവ് അവളുടെ മുഖത്തും മിഴികളിലും പൊട്ടി വിടർന്നു. ആഹ്ലാദം അതരങ്ങളിലും പൂത്തു നിന്നു. തിളക്കം വെച്ച മിഴികൾ ഡോക്ടർക്ക് നേരെ തിരിച്ചവൾ ചോദിച്ചു, സത്യമാണോ? സത്യമാണോ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്? അതെ, 100% സത്യം. ഡോക്ടർ സൂസന്നെ പുഞ്ചിരിച്ചു. വിനു ഡോക്ടറുടെ കൈത്തലം പിടിച്ചെടുത്ത് സ്വന്തം നെഞ്ചിലേക്ക് വെച്ച് അമർത്തി പിടിച്ചു. തിരതള്ളി വന്ന സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറയുകയായിരുന്നു. ഡോക്ടർ അവളുടെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, സത്യം, ഉറപ്പായ സത്യം. വിനു അമ്മയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പും ആന്തരികമായി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ കൈത്തലം അവൾ ഒന്നുകൂടി അമർത്തി പിടിച്ചു. വിഷ്ണു കുട്ടിയെ തീർത്ത് ഉപേക്ഷിച്ചല്ല പോയത് എന്ന് സാരം, ഡോക്ടർ പറഞ്ഞു. കൂട്ടിന് ആളെ തന്നിട്ടുണ്ടല്ലോ. ടേബിളിൽ നിന്ന് വിനു ചാടി ഇറങ്ങി. പിന്നെ പുറത്തേക്കൊരു ഓട്ടം. അമ്മേ! ആഹ്ലാദത്തിലുള്ള വിളി. പുറത്ത് കൗണ്ടറിനപ്പുറത്ത് കസേരയിലിരിക്കുകയായിരുന്നു അരുന്ധതി. അവർക്കരികിൽ കിതപ്പോടെ വിനു വന്നു. എന്താ? എന്തു പറ്റി? പിടഞ്ഞെഴുന്നേറ്റു അരുന്ധതി. വിനു അവരെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എനിക്ക് അക്ഷരങ്ങൾക്കും വാക്കുകൾക്കുമായി വിനു പരതി. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അരുന്ധതി. വിനുവിന് പിന്നാലെ വന്ന ഡോക്ടർ സൂസന്നെയാണ് പറഞ്ഞത്. എന്താണെന്ന് അരുന്ധതി നോക്കി. അരുന്ധതി ഒരു മുത്തശ്ശിയാകാൻ പോകുന്നു. ഒരു ഷോക്ക് പോലെ ആ വാർത്ത അവരുടെ നെഞ്ചിൽ ശക്തമായി പതിച്ചു. അതെ, സത്യം. വിനു പ്രഗ്നൻ്റ് ആണ്. 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന് നേരിയ ഒരു വിറയൽ. പിന്നെ പൂക്കുലയായി പൊട്ടി വിരയുന്നു. പൂത്തിരിയായി കത്തുന്നു. പൂക്കുരോ പോലെ ചിതറുന്നു. മോളെ, അമ്മയുടെ പൊന്നു മോളെ! അരുന്ധതി വിനുവിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ദൈവം നമ്മളെ കൈവിട്ടില്ല മോളെ. അരുന്ധതി 2 കൈകളും കൂപ്പി മേൽപോട്ട് നോക്കിപ്പോയി. എൻ്റെ മോൻ, എൻ്റെ മോൻ! ഒടുവിലവർ വിങ്ങി പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഈശ്വര, ജീവിക്കാൻ ഒരു കുഞ്ഞു മുളയെങ്കിലും നീ തന്നല്ലോ. ആശിക്കാൻ, പ്രതീക്ഷിക്കാൻ, എല്ലാറ്റിനും കൂടി ഒരു പൊടിപ്പ്. അരുന്ധതി വിനുവിൻ്റെ ദേഹത്താകെ കൈത്തല ഓടിച്ചു. തലോടി. അവരുടെ കരതലം വിറച്ചു. മനസ്സാകെ വിറച്ചു. കരയണോ ചിരിക്കണോ അതവർക്കറിയില്ല. 3 വർഷം മുമ്പ് വിവാഹിതനായ മകൻ. ഒരു കുഞ്ഞിക്കാല് കാണാൻ താൻ ഒരുപാട് ആഗ്രഹിച്ചു. മകനും ആശിച്ചു. എന്നിട്ട് അവസാനം അവൻ ഈ ഭൂമിയിൽ ഇല്ലാതായപ്പോൾ അരുന്ധതി ഒന്ന് തേങ്ങിപ്പോയി. ആ തേങ്ങൽ എന്തിൻ്റെയാണെന്നറിഞ്ഞ വിനുവും ഒപ്പം തേങ്ങി. അത് കണ്ടു നിന്ന ഡോക്ടർ സൂസന്നയ്ക്ക് പോലും കണ്ണുകളൊന്ന് പിടച്ചുപോയി. ആ മുറിയുടെ വാതിലിനപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പ്രഭാകരനും ശ്രീനിവാസനും. വിനുവിനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അറിയാതെ ഡോക്ടറെ കണ്ട് വിവരങ്ങൾ ആരായാൻ നിൽക്കുകയായിരുന്നു. ഇരുവരും കേട്ടു ഡോക്ടർ സൂസന്ന പറഞ്ഞ ആ വാർത്ത. പ്രഭാകരൻ്റെ മനസ്സും ഒന്നു പൂത്തു. പക്ഷേ ശ്രീനിവാസന്റെ നെഞ്ചിലേക്ക് ഇടിവാളായിട്ടാണ് ആ വാർത്ത ഉദിച്ചത്. മകൾക്ക് ഇനി ഉണ്ടാകുന്നൊരു നല്ല ഭാവിക്കുമേൽ പതിച്ച ഇടിവാൾ. വിഷ്ണു മരിച്ചു. തകൻ്റെ മകളുടെ ഭർത്താവായിരുന്നവൻ. ഒരു മകൻ
എങ്ങനെയെല്ലാം ഗുണമുള്ളവനായിരിക്കണമോ അങ്ങനെയെല്ലാം എല്ലാം കൊണ്ടും തന്നെ തൃപ്തിയാക്കിയവനാണ്. അവൻ്റെ മരണവാർത്ത ഈ നെഞ്ചിൽ പതിച്ച വെടിയുണ്ട തന്നെയായിരുന്നു. മകൾ വിധവയായി പോയതിലും ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാറ്റിനും ഉപരി തന്നെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തൊരു വസ്തുതയുണ്ടായിരുന്നു. പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ മകൾക്ക് മുൻപിൽ തടസ്സങ്ങളൊന്നുമില്ല എന്നത്. അരുന്ധതി വിധവയാകുമ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നു, 1 വയസ്സുള്ള മകൻ. മകനെ എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവരിലെ അമ്മ അന്ന് തയ്യാറായില്ല. പക്ഷേ വിനുവിനോ തടസ്സമില്ല. തൽക്കാലം അവളുടെ ഇഷ്ടങ്ങൾക്ക് മാറി നിൽക്കുക. അധികം വൈകാതെ അവളെ താൻ ഉദ്ദേശിക്കുന്ന വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള അവളിലെ സ്ത്രീയുടെ മോഹത്തെ ചൂഷണം ചെയ്ത് തന്നെ മുന്നോട്ട് നീങ്ങാനായിരുന്നു ശ്രീനിവാസൻ തീരുമാനിച്ചിരുന്നത്. എല്ലാം തകർന്നു. എല്ലാം മകൾ ഗർഭിണിയായിരിക്കുന്നു. മരുമകൻ അവളുടെ സ്ത്രീത്വത്തിന് മോക്ഷം നൽകിയിട്ടാണ് പോയത്. അവളിനി ആ ഗർഭഭാരം 10 മാസം ചുമന്ന് പൂർത്തിയാക്കും, പ്രസവിക്കും. പിന്നെയുള്ള ജീവിതം ആ കുഞ്ഞിന് വേണ്ടിയുള്ളതായിരിക്കും. മറ്റൊരരുന്ധതി തന്നെയാവും വിനു. അതിൽ നിന്ന് വിനുവിന് ഇനി മോചനമില്ല. ശ്രീനിവാസന്റെ നെഞ്ച് പിടച്ചുപോയി. വൈകിയാണ് വിവാഹിതനായത് തന്നെ. ആർമിയിൽ നിന്ന് റിട്ടയർ ആകുമ്പോൾ വിവാഹിതനായി കഴിഞ്ഞ് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു, ഇന്ത്യ പാക് യുദ്ധത്തിൽ. ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാവില്ലെന്ന് പലപ്പോഴും തോന്നിയ നിമിഷങ്ങളെ എത്രയോ തവണ അഭിമുഖീകരിച്ചു. ഒടുവിൽ യുദ്ധം തീർന്നു. സാരമായ പരിക്കുകളൊന്നും ഉണ്ടായതുപോലുമില്ല. യുദ്ധം തീർന്നു വന്നതിന് ശേഷം ജനിച്ച ഓമന മകളാണ് വിനു. തന്നെ അച്ഛനാക്കിയ ധന്യത നിറഞ്ഞ നിമിഷമായിരുന്നു അവളുടെ ജനന സമയം. അനുവിനേക്കാൾ ആനന്ദിനേക്കാൾ എന്നും എപ്പോഴും വാത്സല്യം തോന്നിയിട്ടുള്ളതും വിനുവിനോടാണ്. പക്ഷേ ഇനി അവളുടെ നല്ല ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും ആവില്ല. ശ്രീനിവാസന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കൈലേസ് എടുത്ത അയാൾ കണ്ണുകൾ ഒപ്പി. അത് കണ്ട പ്രഭാകരൻ അമ്പരപ്പോടെ ചോദിച്ചു, എന്താ ചേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല പ്രഭാകര. ശ്രീനിവാസൻ വിഷമത്തോടെ മുഖം തിരിച്ചു. ഒന്നുമില്ലാതെ വരില്ല, എന്തായാലും പറയൂ ചേട്ടാ. പ്രഭാകരൻ വീണ്ടും ചോദിച്ചു. എൻ്റെ മോളുടെ ജീവിതം ഇനി മുന്നോട്ടില്ല ഉവ്വോ പ്രഭാകര? ശ്രീനിവാസൻ ചോദിച്ചു. എന്താണ് ശ്രീനിവാസൻ ഉദ്ദേശിച്ചതെന്ന് പ്രഭാകരന് പൂർണ്ണമായും മനസ്സിലായി. അയാൾക്കതിന് മറുപടി ഉണ്ടായില്ല. വിഷ്ണുവിൻ്റെ മരണവും കഴിഞ്ഞ് ഇത്രയും ദിവസമായപ്പോൾ ഇത് വേണ്ടിയിരുന്നോ? വേണം. വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക്, ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന്, ഉള്ള സ്വത്തുക്കൾക്ക് ഒരവകാശിയൊക്കെ ആയിട്ട് ഒരാൾ വേണം. ഒരു കുഞ്ഞ്, ഒരു പിന്തുടർച്ച അവകാശി. ആ വാർത്ത തന്നെ അവിടെ അമൃതിന് തുല്യമാണ്. തനിക്കും അത്യാഹ്ലാദമാണ് വാർത്ത. പക്ഷേ വിനുവിൻ്റെ വീട്ടുകാർ ചിന്തിക്കുമ്പോഴോ ഒരുപാട് കൊതിച്ചതാണ് വിനുവിൻ്റെ കുഞ്ഞിനെ കാണാൻ. പക്ഷേ ഇപ്പോഴാ കുഞ്ഞിൻ്റെ ജനനം മകളുടെ ഭാവിക്ക് മുമ്പിൽ ഏറ്റവും വലിയ തടസ്സം തന്നെ. ഒരിക്കലും തട്ടി നീക്കാനാവാത്ത തടസ്സം. എല്ലാം അവിടെ വഴിമുട്ടി നിന്നു പോകുന്നു. ശ്രീനിവാസിൻ്റെ ഉത്കണ്ഠയും സങ്കടവും ഏതൊരച്ഛനും ഉണ്ടാകുന്നത് തന്നെ. പ്രഭാകരൻ അതറിഞ്ഞിട്ട് തന്നെ മറുപടി പറഞ്ഞതുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം ശാന്തിയിലെത്തിയത് അരുന്ധതിയും വിനുവുമാണ്. പോയവരല്ല തിരികെ വന്നത്. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളുമായി പോയവർ ഇതാ ആഹ്ലാദം തൊടിതൊള്ളുന്ന ഭാവത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ശാന്തിയിൽ അവരെ കാത്തിരുന്നവർ അമ്പരന്നു. വന്നപാടെ വിനു സ്വന്തം മുറിയിലേക്ക് ഓടിക്കയറി. അരുന്ധതി ആഹ്ലാദം പൂത്ത ആ വാർത്ത അവിടെ ഉള്ളവരിലേക്ക് പകർന്നു. ശാന്തിയിലെ മൂകത നീങ്ങി, കണ്ണീര് നീങ്ങി. പകരം ആഹ്ലാദം പൂത്തിറങ്ങുകയായി. സ്വന്തം മുറിയിൽ വിനു നിന്നു. മേശമേൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന വിവാഹ ഫോട്ടോ അവൾ എടുത്തു. തിളങ്ങുന്ന കണ്ണുകൾ, തടിച്ച മീശയ്ക്ക് താഴെ പുഞ്ചിരി ഊർന്ന അധരങ്ങൾ. നോക്കുകയാണ് തന്നെ, നോക്കി ചിരിക്കുകയാണ്. തൃപ്തിയായോ എന്ന്, സന്തോഷമായോ എന്ന്. വിഷ്ണു അവൾ തേങ്ങിപ്പോയി. ആ ചിത്രത്തിൽ അവൾ അധരങ്ങൾ അമർത്തി. പിന്നെ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നമ്മൾ കാത്തിരുന്നിട്ട് അത് സത്യമായപ്പോൾ എന്നെ വിട്ടിട്ട് പോയില്ലേ വിഷ്ണു? ഒന്ന് വരൂ, ഇവളെ ഒന്ന് കെട്ടിപ്പിടിക്ക് വിഷ്ണു. ശ്വാസം മുട്ടുന്നത് പോലെ ആ കൈകൾ ഒരിക്കൽ കൂടി ഇവളെ ഒന്ന് ചുറ്റി വരിഞ്ഞിരുന്നെങ്കിൽ, ഒരിക്കൽ കൂടി മാത്രം. വിനു. കാതോരം ആ ശബ്ദം കേട്ടോ? വിനു ഞെട്ടി. മുഖം തിരിഞ്ഞവൾ 4 പാടി നോക്കി. സത്യമായും അവൾ അവൻ്റെ സ്വരം കേട്ടു, വിഷ്ണുവിൻ്റെ സ്വരം. ആ ആത്മാവ് ഇപ്പോൾ കൊതിക്കുന്നുണ്ടാവില്ലേ തൻ്റെ അടുത്ത് ഓടിയെത്താൻ, അനുമോദനത്തിൻ്റെ ഒരു ചുംബനം നൽകാൻ. കഴിയാഞ്ഞിട്ട് വീർപ്പ് മുട്ടി പിടയുകയായിരിക്കില്ലേ ഇപ്പോൾ? അതോർക്കവേ വിനു കരഞ്ഞുപോയി. വൈകുന്നേരം മുഖ്യമന്ത്രിയും കൂടെ ബന്ധപ്പെട്ട ആൾക്കാരും എത്തി. 5 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. കണ്ണീർ പാട കെട്ടിയ മിഴികളോടെ വിനു അത് ഏറ്റുവാങ്ങി. വിറയ്ക്കുന്ന കരങ്ങളോടെ അവൾ അത് അരുന്ധതിക്ക് നൽകി. എന്നിട്ട് അവിടെ നിന്നോടി വിഷ്ണുവിൻ്റെ സാധന സാമഗ്രികളും ലഗേജുകളും വെച്ചിരുന്ന മുറിയിലേക്ക്.
അവയ്ക്ക് നടുവിലേക്ക് അവൾ തളർന്നു വീണു. വിഷ്ണു, എൻ്റെ പൊന്നെ, ഇത്രയ്ക്കൊക്കെ എന്നെ സങ്കടപ്പെടുത്തുന്നത് എന്തിന്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഡ്രസ്സുകളിലും സാധനങ്ങളിലും തെരുപ്പിടിച്ചവൾ കണ്ണീരോടെ മന്ത്രിച്ചു. ആ മുഖം ഒന്ന് കാണാൻ ഇവൾ എത്ര കൊതിക്കുന്നെന്നോ. ഒന്ന് കണ്ടാൽ മതി, കണ്ടാൽ മാത്രം മതി. മന്ത്രിയും കൂട്ടരും യാത്ര പറഞ്ഞു പോകാനിറങ്ങി. പ്രധാനമന്ത്രിയുടെ ധനസഹായവും പിന്നാലെ എത്തും. വിനുവിന് ജോലിക്കുള്ള ഓർഡർ അധികം വൈകാതെ എത്തും. അങ്ങനെയൊക്കെ സമാശ്വാസിപ്പിച്ചിട്ടാണ് അവർ പോയത്. അവരുടെ സ്റ്റേറ്റ് കാർ അങ്ങ് മറയുന്നത് വരെ അരുന്ധതി നോക്കി നിന്നു. എൻ്റെ ദൈവമേ, ഹൃദയം പിഞ്ഞി പറയുന്നു. 30 വയസ്സുവരെ അവനെ നെഞ്ചിലിട്ടാണ് വളർത്തിയത്. വളർന്നിട്ടും വളർന്നതായി തോന്നിയതേയില്ല. എപ്പോഴും തൻ്റെ അടുത്ത് കൊഞ്ചുമായിരുന്നു. അകലെ ആയിരിക്കുമ്പോഴും മാറ്റമില്ല. കൊഞ്ചൽ ഫോണിലൂടെ ആയിരുന്നെന്ന് മാത്രം. റിട്ടയറായി അമ്മ വന്നാൽ പിന്നെ അമ്മയെ ഒരു നിമിഷം പോലും തനിച്ചാക്കി ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ലമ്മേ, അവൻ എന്നും പറയുമായിരുന്നു. പിന്നെന്നും ഈ വിഷ്ണു അമ്മയോടൊപ്പം ഉണ്ടാകും. എന്നിട്ടെവിടെ എൻ്റെ മകനെ, നീ എവിടെ? അരുന്ധതിയുടെ ചോദ്യം കണ്ണീരായി പുറത്തു വന്നു. എവിടെ വിനു? അരുന്ധതി ചോദിച്ചു. മുറിയിലുണ്ടാകും, കരയുകയായിരിക്കും, ലീലാവതി പറഞ്ഞു. കരഞ്ഞ് സങ്കടം തീരട്ടെ, തടയണ്ട എന്ന് ഞാൻ കരുതി. സങ്കടം വരാണ്ടിരിക്കുമോ? വിഷ്ണുവിൻ്റെ ജീവന് പകരം ഒരു ചെക്ക്. പാവം കുട്ടി, എന്താ ചെയ്യുക? രാജേശ്വരി അനുതാപത്തോടെ പറഞ്ഞു. ഇത് അനാഥാലയത്തിലേക്ക് കൊടുക്കാനാണ് അവൾ പറഞ്ഞത്. അരുന്ധതി ചെക്ക് ഉയർത്തിപ്പിടിച്ചു. അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവർക്ക്. എന്തിനാണ് അരുന്ധതി ബുദ്ധിമോശം കാട്ടുന്നതും പ്രവർത്തിക്കുന്നതും? ശ്രീനിവാസൻ ചോദിച്ചു. ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ജീവൻ പോയി, പകരം ജീവൻ തന്നിട്ടല്ലേ അവൻ പോയത്. ഇനിയുള്ളതൊക്കെ ആ ജീവൻ അവകാശപ്പെട്ടതല്ലേ ചേട്ടത്തി? പ്രഭാകരനാണ് ഇത്തവണ പറഞ്ഞത്. ഒരു ജീവൻ പോയി, പകരം ജീവൻ തന്നിട്ടല്ലേ പോയതെന്ന്. മൃതസഞ്ജീവനി പോലെ ആ വാക്കുകൾ അരുന്ധതിയുടെ ചേതനമായ ആകെ ഒന്ന് ഉണർത്തി. ആ മിഴികളിൽ ഒരു തിളക്കം, മുഖത്തൊരു തെളിച്ചം. അനിയൻ പറഞ്ഞത് ശരിയാണ്, അരുന്ധതി പറഞ്ഞു. എൻ്റെ മോൻ പോയിട്ടില്ല, തിരിച്ചു വന്നിരിക്കുന്നു, എനിക്ക് കൂട്ടായിട്ട്. വർദ്ധിച്ച സന്തോഷത്തോടെ അവർ പറഞ്ഞു. അവൻ വിനുവിൻ്റെ വയറ്റിലുണ്ട്. അവൻ അവകാശപ്പെട്ടതാണ് ഇനിയുള്ളതെല്ലാം. അവൻ അവകാശപ്പെട്ടതാണ് എല്ലാം. അരുന്ധതി അത്യുത്സാഹത്തോടെ വിനുവിനെ അന്വേഷിച്ചു, കണ്ടെത്തി. ആ മുറിയിൽ ആ ലഗേജുകൾക്കിടയിൽ കണ്ണീരോടെ ചടഞ്ഞിരിക്കുന്ന വിനു. അവളുടെ കയ്യിൽ വിഷ്ണുവിൻ്റെ വസ്ത്രങ്ങളുണ്ട്. വസ്ത്രങ്ങളിൽ നിന്ന് അവൻ്റെ ഗന്ധവും സാമീപ്യവും അനുഭവിക്കാവും അവൾ. മോളെ, അരുന്ധതി അവൾക്ക് അരികിലിരുന്നു. എൻ്റെ പൊന്നു മോളെ, നിന്റെ ഈ കണ്ണീരും സങ്കടവും അമ്മയെ തളർത്തുകയാണടി. ഞാൻ എന്താ അമ്മയെ ചെയ്യണ്ടേ? അമ്മ പറയും. വിനു അവരുടെ ശരീരത്തോട് ചേർന്നിരുന്ന് വിമ്മിപ്പൊട്ടി. പ്രതീക്ഷിക്കാനും മുമ്പോട്ട് ജീവിതം തുടരാനും ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട ഒരു തെരുവ് തെണ്ടിയെപ്പോലെ പെരുവഴിയിൽ നിൽക്കുകയായിരുന്നു മോളെ ഞാൻ കുറച്ച് ദിവസമായിട്ട്. സ്വയം ജീവനെടുക്കാൻ പോലും ശക്തിയില്ലാണ്ട്. വിനുവിൻ്റെ മുഖം തനിക്ക് നേരെ പിടിച്ച് അവളുടെ കണ്ണീർ തുടച്ചവൾ പറഞ്ഞു. ഇനി കരയല്ലേ മോളെ, കരയല്ലേ. പെരുവഴിയിൽ നിന്നിരുന്ന നമ്മൾക്ക് ഒരു വലിയ നിധിയാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. അറിയോ നിനക്ക്? നമ്മുടെ വിഷ്ണു അപ്പാടെ നിന്റെ വയറ്റിലുണ്ട്. നമുക്ക് ജീവിക്കാൻ ഇനി അത് പോരെ മോളെ. വിനു അരുന്ധതിയെ തന്നെ നോക്കിയിരുന്നു, ഇമ വെട്ടാതെ. അരുന്ധതിയുടെ മിഴികൾ ഒന്ന് പാളി. പെട്ടെന്ന് ഒരു പാക്കറ്റിന് മേൽ തങ്ങി നിന്നു. ഒരു ചതുരപ്പൊതി, ഫർണിഷിംഗ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞു കെട്ടിയ ചതുരപ്പൊതി. ഒരു പേപ്പറിൽ വിഷ്ണുവിൻ്റെ കൈയക്ഷരം. അത് കെട്ടിനു മുകളിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ അരുന്ധതി അമ്മയ്ക്ക് മകൻ വിഷ്ണുവിൻ്റെ സമ്മാനം. തനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച സമ്മാനം. അതിപ്പോൾ തനിക്ക് മുൻപിൽ കാണപ്പെട്ടത് എന്തുകൊണ്ട്? താനത് കാണണമെന്ന് മകൻ ആഗ്രഹിക്കുകയാണോ? അമ്മയ്ക്കൊരു സർപ്രൈസ് സമ്മാനം. ഞാൻ വരുമ്പോൾ എൻ്റെ ഒപ്പം കൊണ്ടുവരാം. അമ്മ അത് തുറക്കുമ്പോൾ അരികിൽ ഞാനും ഉണ്ടാകണം. അപ്പോഴാണ് രസം. ഫോണിലൂടെ മകൻ്റെ വാക്കുകൾ ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അതാ മകൻ അരികിലുണ്ട്. തൻ്റെ ഗർഭത്തിൽ ഒരിക്കൽ ഭ്രൂണമായ മകനും കിടന്നു. അതേ ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും മകൻ, വിനുവിൻ്റെ ഉദരത്തിൽ. ഇനിയെങ്കിലും ആ അത്ഭുത സമ്മാനം എന്തെന്ന് നോക്കണം. അരുന്ധതി ആ സമ്മാന പാക്കറ്റ് വിറയാർന്ന കരങ്ങളാൽ എടുത്തു. ഫർണിഷിംഗ് പേപ്പർ ഇളക്കി മാറ്റി. കട്ടിയുള്ള കടലാസിൻ്റെ ചതുരപ്പെട്ടിയാണ്. ആ ചതുരപ്പെട്ടിയും അവർ തുറന്നു. അതിനുള്ളിൽ നെഞ്ചിൽ ഒരിടിത്തീയായി വീണതുപോലെ അരുന്ധതി കണ്ടു. വെള്ളാരം കല്ലുകൾ പോലെയുള്ള കുഞ്ഞിക്കണ്ണുകൾ മിഴിച്ചു നോക്കി മിന്നുന്ന ഉടുപ്പുമിട്ട് ഇരു കരങ്ങളും നീട്ടിപ്പിടിച്ച് അതിനുള്ളിലതാ അതിമനോഹരിയായ ഒരു പാവക്കുട്ടിയായിരുന്നു. പാവക്കുട്ടി. സഹനം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്